എനിക്ക് 2024-25 വർഷങ്ങളിൽ 2024-ലും 2025 ആദ്യ തുടക്കത്തിലും എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു നടനാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ശ്യാമപ്രസാദിൻ്റെ ഋതു എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയായിരുന്നു ഒരു സ്വപ്നതുല്യമായ അരങ്ങേറ്റമായിരുന്നു ആസിഫ് അലിയുടെ. പക്ഷേ അപക്വമായ പല തീരുമാനങ്ങളും ആസിഫ് അലിയുടെ കരിയറിനെ കയറ്റിറക്കങ്ങൾ എന്ന് പറയത്തില്ല, ആ രീതിയിൽ ബാധിച്ചു. കാരണം ഈ തിരക്കഥ, മോശമായ തിരക്കഥ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ പല മുൻനിര നായകന്മാരും പല തിരക്കഥകളും ഉപേക്ഷിച്ചു. ആ തിരക്കഥകളെല്ലാം ഏറ്റെടുത്ത് പിന്നെ പരാജയങ്ങളുടെ ഒരു തുടർക്കഥയായിരുന്നു ആസിഫ് അലി എന്ന് പറയുന്ന നടന്. പിന്നെ ഓഫ് സ്ക്രീനിൻ്റെ പുറത്തും സ്ക്രീനിലും എല്ലാം ഒരു ഉഴപ്പനായ നടൻ എന്നുള്ള ഒരു ഇമേജും കിട്ടി. അതിനിടയിലാണ് പല കഥകളും കേട്ടു തുടങ്ങിയത്. ഫോൺ എടുക്കാത്ത നടൻ, പല പ്രമുഖ നടന്മാരും വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്ത നടനാണ് ആസിഫ് അലി. അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബാഡ് ഇമേജ് ആയിരുന്നു. ഉഴപ്പനായ ഒരു നടൻ എന്നുള്ള, ഒന്നിനെയും ലാഘവത്തോട് ഒരു പക്വമില്ലാത്ത രീതിയിൽ കാണുന്ന ഒരു നടനായിട്ട് ആസിഫ് അലി അങ്ങ് മാറുകയായിരുന്നു. അതുപോലെ ആസിഫ് അലിയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെയായിരുന്നു. തിരക്കഥ വളരെ മോശമായ ചിത്രങ്ങളൊക്കെ ആയിരുന്നു ആസിഫ് അലി വലിച്ചുവാരി അഭിനയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ 2024 ആസിഫ് അലിയെ സംബന്ധിച്ച് ഒരു മനോഹരമായ തുടക്കമായിരുന്നു 2024 സംബന്ധിച്ച് ഉണ്ടായത്. അത്രയും നാളും കണ്ട ആസിഫ് അലിയെ അല്ലാതായി മാറി. കാര്യം തുടർച്ചയായുള്ള ഹിറ്റുകൾ, അല്ലെങ്കിൽ ഹിറ്റല്ലെങ്കിൽ പ്രേക്ഷകരുടെ പിന്തുണ നേടുന്ന കഥാപാത്രങ്ങളൊക്കെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് വന്നു. 2024 തുടക്കത്തിൽ തലവൻ എന്ന് പറയുന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം തുടങ്ങുന്നത്. അത് ഒത്ത കഥാപാത്രമായിട്ട് ബിജുമേനുണ്ട്. നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നു രണ്ട് നായകന്മാർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമായിട്ട് തിരക്കഥയിൽ വരുന്ന പല സിനിമകളും നമ്മൾ കണ്ടു. അയ്യപ്പനും കോശിയും, ഡ്രൈവിംഗ് ലൈസൻസ്, ഗരുഡൻ എന്നീ ചിത്രങ്ങളിലെല്ലാം രണ്ട് നായകന്മാർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമായിരുന്നു ആ സിനിമയിലെ ഇതിവൃത്തം. ഇത് തന്നെയാണ് ഈ തലവനിലും ആവർത്തിച്ചത്. പക്ഷെ വളരെ മനോഹരമായി ബിജുമേനോടൊപ്പം ചേർന്ന് ഈ ആസിഫ് അലി എന്നും പറയുന്ന നടൻ മികച്ച അഭിനയം കാഴ്ചവെച്ചു എന്നറിയുമ്പം ആ പടം ഒരു വിജയമായി മാറി. അതാണ് ആസിഫ് അലിയുടെ ഒരു മാറ്റം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലെ തിരഞ്ഞെടുപ്പൊക്കെ നമ്മൾ വളരെ അഭിനന്ദനം അർഹിക്കുന്ന തിരക്കഥ. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം തിരക്കഥ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ആസിഫ് അലി തിരഞ്ഞെടുക്കുന്ന തിരക്കഥകൾ മൊത്തം ഒരു മാറ്റത്തിൻ്റെ തിരക്കഥ, പുതിയ പുതുമയുള്ള രീതിയിലുള്ള തിരക്കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നു. നല്ല സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നു. പക്വമായ അഭിനയവും അതുപോലെ സ്ക്രീനിന് പുറത്തും അകത്തും പക്വമായ പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നു. മികച്ച കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്നു, ജനങ്ങൾ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒത്തിരി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ക്രോഫ് എന്ന് പറയുന്ന ചിത്രം, എന്ന കഥാപാത്രം നിറഞ്ഞാടിയ ചിത്രമാണ് ലെവൽ ക്രോഫ്. അതിലെ നായകനാണോ വില്ലനാണോ എന്നറിയാൻ പറ്റാത്ത മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എനിക്കൊന്ന് തിയേറ്ററിൽ വൻ വിജയം നേടിയില്ലെങ്കിലും പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ കിട്ടിയൊരു ചിത്രമായിരുന്നു. അതുപോലെ നിരൂപകരുടെ പ്രശംസ പിടിച്ചു പറ്റിയൊരു ചിത്രമായിരുന്നു ലെവൽ ക്രോഫ് എന്ന് പറഞ്ഞത്. അധികം കഥാപാത്രങ്ങളില്ല, 2-3 കഥാപാത്രങ്ങളിലൂടെ ചിത്രം ട്വിസ്റ്റോട് ട്വിസ്റ്റ് നമ്മളെ ഒരു വല്ലാത്ത രീതിയിൽ ആ ചിത്രം കൊണ്ടുപോയി എന്നുള്ളതാണ്. പ്രേക്ഷകരുടെ പിന്തുണയെ അന്ന് വലിയ വിജയമായില്ലെങ്കിലും എന്നാലും നിരൂപക പ്രശംസയും പ്രേക്ഷക പിന്തുണയൊക്കെ കിട്ടിയൊരു ചിത്രമായിരുന്നു ലെവൽ ക്രോഫ് എന്ന് പറയുന്ന ചിത്രം. 2024 ഒരുപക്ഷെ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് രഘു എന്ന് പറഞ്ഞ കഥാപാത്രം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒത്തിരി അവാർഡുകൾ കിട്ടാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമായിട്ട് ഞാൻ കാണുന്നു. കിട്ടുമെന്ന് ഞാൻ പറയുന്നത്, കിട്ടാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമായി രഘുവിനെ ഞാൻ കാണുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച ചിത്രമാണ് അഡിയോ ഫമിഗോ എന്ന് പറയുന്ന ചിത്രം. പേര് പറയാൻ തന്നെ ഇച്ചിരി പാടല്ലേ. അതുപോലെ തന്നെ അതിനകത്ത് ബോഫെ എന്ന് വിളിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് പൊട്ടി വീഴുന്ന, ഉച്ചത്തിൽ ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ കഥാപാത്രം വളരെ ഈസിയായിട്ട് ഈ ആസിഫ് അലിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു.
അതുപോലെ തന്നെ അതിനകത്തെ പ്രിൻസ് എന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു കഥാപാത്രത്തിൻ്റെ പേര്. ഒരു പ്രണയത്തിൽ മേഘനയില്ലേ, അനഹ അവതരിപ്പിച്ച കഥാപാത്രവും പ്രിൻസ് ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രം യാത്രയിൽ പോകുമ്പം ഒരു അപകടത്തിൽ അനഹയുടെ കാലുകൾ രണ്ടും നഷ്ടപ്പെടുന്നു. ആ ഗുരുതരമായ അപകടത്തിൽ നിന്ന് മോചിതനാകുന്ന മുമ്പ് പ്രിൻസ് വേറെ കല്യാണം കഴിക്കേണ്ടി വന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. അതുപോലെ മദ്യത്തിൽ അഭയം പ്രാപിക്കുക, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന പ്രിൻസിൻ്റെ വളരെ നന്നായി അഭിനയിച്ചു. അതുപോലെ സുരാജ് വെഞ്ഞാറുമൂടും വളരെ മനോഹരമായി ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ആ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ അത് തിയേറ്ററിലൊന്നും വൻ വിജയമൊന്നും ആയില്ലെങ്കിലും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിരൂപക പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയും OTT-യിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെയധികം ശ്ലാഘിച്ച ഒരു പടമായിരുന്നു. നമുക്ക് ആസിഫ് അലിയുടെ കഥാപാത്രം ഒരു കാരണവശാലും മറക്കാം. MDയുടെ തിരക്കഥയിൽ എല്ലാവർക്കും MDയുടെ തിരക്കഥയിൽ സിനിമ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ട്. മിക്കവാറും നടന്മാരെല്ലാം കൂടെ അഭിനയിച്ച മനോരഥങ്ങൾ എന്ന് പറയുന്ന MDയുടെ തിരക്കഥയെ ആസ്പദമാക്കിയുള്ള ഒരു ചിത്രസമാഹാരത്തിൽ ആസിഫ് അലിക്കും റോളുണ്ടായിരുന്നു. അപ്പം MDയുടെ മകളായ അശ്വതി സംവിധാനം ചെയ്ത വിൽപ്പന എന്ന് പറഞ്ഞ ചിത്രത്തിലെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചത്. മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനിടയിൽ നമ്മുടെ സംഗീത സംവിധായകൻ രമേശ് നാരായണന് ആസിഫ് അലി മെമ്മൻ്റോ കൊടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ആസിഫ് അലിയുടെ നിന്ന് മേടിക്കാത്തുള്ള പ്രശ്നങ്ങളായിരുന്നു പിന്നെ ഉണ്ടായത്. അത് പക്ഷേ ഈ അപക്വമായ പെരുമാറ്റത്തിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആസിഫ് അലി വളരെ പക്വമായി അത് പ്രതികരിച്ചു എന്നുള്ളത്. കാരണം എല്ലാവരും പൊതുവെ രമേശ് നാരായണനെ ചെറുപേറാതെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും എല്ലാം രമേശ് നാരായണൻ്റെ ആ അപക്വമായ പെരുമാറ്റത്തെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ആസിഫ് അലി വളരെ പക്വമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇതിനൊന്നും തല കൊടുക്കാതെ രമേശ് നാരായണനെ വിളിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ ആ പ്രശ്നം ഒതുക്കി തീർക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ ആസിഫ് അലിയിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം മികവ് പുലർത്തുന്നുണ്ടെന്നാണ്. നമ്മൾ എടുത്തു നോക്കിയാൽ 2024 ലാസ്റ്റ് ഇറങ്ങിയ ചിത്രമായിരുന്നു കിഷ്കിന്ധകാണ്ഡ് അല്ലേ. ആ ചിത്രം 77 കോടി രൂപയാണ് നേടിയത്. ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ലായിരുന്നു ആ ചിത്രം ഇറങ്ങിയെന്ന് റിലീഫിന് മുമ്പ് ഇങ്ങനൊരു ചിത്രം വൻ വിജയം നേടുമോ എന്നുള്ളത്. പകരം ആസിഫ് അലിയും വിജയരാഘവനും അതുപോലെ അപർണ ബാലും അവരും എല്ലാവരും കൂടെ ചേർന്നൊരു പ്രകടനം. അജയചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമാണെന്ന് തോന്നുന്നു. ആ കഥാപാത്രത്തിലെ പിന്നെ അച്ഛനും മകനും അതുപോലെ തന്നെ അച്ഛനായിട്ടും എന്താ പറയുന്നത് മകനായിട്ടും ഭർത്താവായിട്ടും എല്ലാം കൂടെ നിറഞ്ഞാടിയൊരു പ്രകടനമായിരുന്നു. മാനസിക സമ്മർദ്ദങ്ങളുടെ പുറത്ത് അഭിനയിക്കും. അതുപോലെ തന്നെ ചില നൊമ്പരങ്ങൾ ഉള്ളിലുള്ള നൊമ്പരങ്ങൾ പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ആ കഥാപാത്രത്തെ മനോഹരമാക്കാൻ ആസിഫ് അലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടെസ്റ്റും ഒക്കെ ആയിട്ട് ആ ചിത്രം വൻ വിജയം നേടി. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചു ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വിജയിക്കേണ്ട മലയാള സിനിമയുടെ അത്യാവശ്യമാണ്. നമ്മളാകെപ്പാടെ ടെൻഷനിൽ നിന്നൊരു ചിത്രമായിരുന്നു കിഷ്കിന്ധകാണ്ഡ്. അതിനുശേഷം തുടർച്ചയായിട്ട് രണ്ടാമത്തെ 75 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ് ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന് പറയുന്ന ചിത്രം. നിർമ്മാതാക്കളുടെ സംഘടന 2025 ജനുവരിയിൽ 31ഓളം ചിത്രങ്ങൾ റിലീസ് ചെയ്തെങ്കിലും രേഖാചിത്രം മാത്രമേ വിജയിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ഏകദേശം 75 കോടി രൂപയോളം രേഖാചിത്രം ഓൾ വേൾഡായിട്ട് നേടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ OTTയും എല്ലാം കൂടെ കഴിയുമ്പോൾ ഏകദേശം 100 കോടി നേടുന്ന മലയാള ചിത്രമായിട്ട് രേഖാചിത്രം മാറും എന്ന് തോന്നുന്നു. അപ്പം തുടർച്ചയായിട്ട് 75 കോടി ക്ലബിലേക്ക് വന്ന ഒരു ചിത്രമാണ് രേഖാചിത്രവും കിഷ്കിന്ധകാണ്ഡ്. തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ. അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി ചിത്രങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അഭിനയത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ കാണുന്ന എനിക്കൊന്നും 2024 മുമ്പ് കാണുന്ന
അതിൽ നിന്ന് ഒത്തിരി മാറ്റമായി. ഓരോ ചിത്രങ്ങളും മികച്ച അനുഭവങ്ങളായി തീരുകയും ഒത്തിരി മെച്ചപ്പെടുന്നുണ്ടെന്നുള്ള ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ആസിഫ് അലി അല്ല അടുത്ത ചിത്രത്തിൽ കാണുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയല്ലേ. ഒത്തിരി അഭിനയത്തിൽ ഒത്തിരി മേന്മ പുലർത്തുന്നു, മെച്ചപ്പെടുന്നു, ഒത്തിരി പഠിക്കുന്നു. അതുപോലെ സ്ക്രീനിൻ്റെ പുറത്തും അകത്തുമൊക്കെ വളരെ പക്വമായി അഭിനയിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ആദ്യ സമയത്ത് അപക്വമായ പെരുമാറ്റത്തിൽ പേര് കേട്ട, ഉഴപ്പനെന്ന് പേര് കേട്ട ആസിഫ് അലി ഇപ്പം പക്വമായ മലയാള സിനിമയിൽ പക്വമായി പെരുമാറുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളായിട്ട് ആസിഫ് അലി മാറുന്നു. അത് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിൽ ചില നവീകരണങ്ങൾ നടക്കും. നമ്മുടെ വ്യക്തിപരമായിട്ടും അതുപോലെ നടൻ എന്ന നിലയിലും ചില നവീകരണങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കും. അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത ഒരു നടനാണ് ആസിഫ് അലി. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലയളവിൽ ഈ അടുപ്പിച്ച് 2 വിജയ് ചിത്രങ്ങളിലെ നായകനെ ആസിഫ് അലി അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഇത്ര 75 കോടിക്ക് മുകളിൽ നേടിയ 2 ചിത്രങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അദ്ദേഹത്തിന് മനോഹരമായ ചിത്രങ്ങൾ അതുപോലെ കഥാപാത്രങ്ങളെല്ലാം ഇനിയും കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.